നമുക്കുള്ള വലിയൊരു ഭാഗ്യം നാം തൗഹീദിന്റെ വക്താക്കളാണ് എന്നതാണ്. അതിൻ്റെ പ്രചാരകരാണ്. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിക്കണമെന്നും അനുവർത്തിക്കണമെന്നും നിർബന്ധമുള്ളവരും വാശിയുള്ളവരുമാണ്. അവൻ്റെ വഹ്ദാനിയത്തിലായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം, സആദത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇന്നലെ ഞാൻ സംസാരിച്ചത് കാസർഗോഡായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഉള്ള യാത്രയിൽ എത്രയോ പള്ളികളിൽ നിന്ന് നമ്മളേറെ ബഹുമാനിക്കുന്ന ബദരീങ്ങളെക്കുറിച്ചുള്ള സ്മരണ, പക്ഷെ ആ സ്മരണയിൽ ഒതുങ്ങുന്നില്ല. ലൗഡ് സ്പീക്കറിലൂടെ പുറത്തേക്ക് വിട്ടിരിക്കുന്ന സൗണ്ടും അക്ഷരങ്ങളും വാക്കുകളും ശ്രദ്ധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വാചകങ്ങളാണ് മഹാരഥന്മാരായ ബദരീങ്ങളെ ഓർത്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിജറ 2-ാം വർഷം നോമ്പ് 17-ന് വെള്ളിയാഴ്ച ദിവസം നടന്ന ബദർ, സഹോദരങ്ങളെ, ഒരു മുസ്ലിമും അത് മറക്കാത്ത ഒന്നാണ്. ബദരീങ്ങളുടെ സന്ദേശമോ ബദർ യുദ്ധത്തിന്റെ ചരിത്രമോ ഞാൻ ഇവിടെ പറയേണ്ടതില്ല. കാരണം അത്ര കണ്ട് അതിനെക്കുറിച്ച് കേട്ടവരും മനസ്സിലാക്കിയവരുമാണ് നമ്മൾ. അവർ പ്രവേശിക്കുന്ന ഉന്നതമായ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം 28ഓളം യുദ്ധത്തിന് നീക്കുപോക്കുകളും അതല്ലെങ്കിൽ അതിൻ്റെ അറിവും പ്രവാചകന് ഉണ്ടായിട്ടുണ്ട്. 9 യുദ്ധത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് ഇടപെട്ടിട്ടുള്ളത്. 8 യുദ്ധത്തിലാണ് ആളപായം ഉണ്ടായിട്ടുള്ളത്. ചരിത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കട്ടെ, എത്രയോ ആളുകൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാളുകൊണ്ട് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു എന്ന് സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുന്നവരാണ്. ഇസ്ലാം വളർന്നത് വാളുകൊണ്ടാണ് എന്ന് വരുത്തി വെക്കുന്നവരുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പങ്കെടുത്ത യുദ്ധം 9 എണ്ണമാണ്. ബദർ പോലെ, ഉഹുദ് പോലെ, ഖന്തക്ക് പോലെയുള്ള 9 യുദ്ധങ്ങളിൽ 8 യുദ്ധങ്ങളിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പങ്കെടുത്തതിൽ ആളപായം ഉണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ കൂട്ടത്തിൽ നിന്ന് 150ഓളം ആളുകളാണ് ഷഹീദായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത മൊത്തം യുദ്ധത്തിൽ നിന്ന് മുഅ്മിനീങ്ങളുടെ ഭാഗത്ത് നിന്ന് 150ഓളം ആളുകളാണ് ഷഹീദായത്. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് 625 പേരും മരണപ്പെട്ടു. ഈ ഒരു കണക്ക് വെച്ചാൽ നമ്മൾ നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ ലോകത്ത് ഈ അർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് കണക്കൊന്ന് വെച്ച് അവരോട് സംസാരിച്ചു നോക്കൂ. 1-ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? 2-ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും കഥ പറയാൻ എത്ര മനുഷ്യരുടെ മരണവാർത്തയിലൂടെ കടന്നു പോകണം നമ്മൾ? ഇന്നും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യങ്ങളും ശാരീരിക വൈകല്യങ്ങളും ബുദ്ധിവൈകല്യവും സംഭവിക്കുന്നു എന്ന് ശാസ്ത്രം തന്നെ അംഗീകരിക്കുന്നു. എന്നിട്ടും പ്രവാചകൻ ഒരു തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആളായി ചിത്രീകരിക്കുന്ന എഴുത്തുകാരോടും മാധ്യമങ്ങളോടും മീഡിയകളോടും
ഇസ്ലാമിന് സമാധാനത്തിന്റെ ചില ചരിത്രങ്ങൾ പറയാനുണ്ട്. വെറും 625 പേരാണ് പ്രതിപക്ഷത്തു നിന്ന് യുദ്ധത്തിന്റെ എല്ലാ നീതിയും പാലിച്ചുകൊണ്ട്, മര്യാദയും പാലിച്ചുകൊണ്ട്, നിയമം പാലിച്ചുകൊണ്ട്, അതും ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ വഹയ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെടികളെ നശിപ്പിക്കരുത്, മരങ്ങളെ മുറിച്ചു കളയരുത്, അന്യമതസ്ഥരുടെ മഠങ്ങളെയോ ആരാധനാ കേന്ദ്രങ്ങളെയോ ആക്രമിക്കരുത്, സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ ഉപദ്രവിക്കരുത്. കൃത്യമായ നീതിനിഷ്ഠമായ യുദ്ധമാണ് ഇസ്ലാമിക ലോകത്ത് കടന്നുപോയിട്ടുള്ളത്, അല്ലേ? ഇസ്രായേലും അമേരിക്കയും ഇറാനും ഇന്ന് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു ഭാഗത്തും ചേർന്നു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് മൂവരും. കാരണം എന്റെ വിഷയം അതല്ല, സാന്ദർഭികമായിട്ട് ഞാൻ രണ്ടു വാക്ക് പറയണേ. ഇറാനിന്റെ പരമോന്നത നേതാവ് ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മുൻകഴിഞ്ഞുപോയ ഭരണാധികാരികളും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സുന്നികളെ കൊന്നു തീർത്തിട്ടാണ് ഷിയ ഭരണകൂടത്തിന്റെ ഭരണചക്രം അവർ തിരിച്ചത്, അല്ലേ? അത് മനസ്സിലാക്കാത്ത ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടാവാം. അപ്പുറത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത പട്ടാളം ഫലസ്തീനിലെ കുഞ്ഞു മക്കളെ കൊന്നു തീർക്കുമ്പോൾ അവർക്കു നേരെ ചില പ്രതികരണങ്ങൾ നടത്തുന്ന, പ്രതിരോധങ്ങൾ തീർക്കുന്ന, തിരിച്ചടി കൊടുക്കുന്ന ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ തലവന്മാരിൽ നിന്ന് ഒരുപക്ഷെ നമ്മുടെ മനസ്സ് ഒരു സോഫ്റ്റ് കോർണറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ക്രൂരന്മാരാണ് ജൂതന്മാർ. എന്നും ഇസ്ലാമിന്റെ ശത്രുക്കളാണവർ, എന്നും മുസ്ലിമിന്റെ ശത്രുക്കളാണവർ. നേതാവായ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കൈപ്പുറ്റ അനുഭവം സമ്മാനിച്ചവരാണവർ. ക്ഷണിച്ചു കൊണ്ടുപോയി അടുക്കളയിൽ നിന്ന് ഇറച്ചിയിൽ വിഷം കലർത്തി പ്രവാചകന്റെ മുന്നിലേക്ക് ചിരിക്കുന്ന മുഖവുമായി വന്ന് കൊടുത്തവരാണവർ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബി ബിസ്മില്ല അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് ഇറച്ചി വായിലിട്ട് ചവച്ചു വയറ്റിലേക്ക് ഇറക്കി. പ്രവാചകൻ ഗുരുവര്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാംസകഷ്ണം വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു അറിയിപ്പ് കൊടുത്തു, തുപ്പണം, അത് ഇറക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് വായിൽ നിന്ന് അതിന്റെ നീര് പോകുവോളം തുപ്പിക്കളഞ്ഞു. പക്ഷെ അപ്പോഴേക്കും സ്വഹാബി പിടഞ്ഞു മരിച്ചു. ഇവിടെ ഒരു വിശ്വാസി എന്ന നിലക്ക് രണ്ടു കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. പള്ളി മിനാരങ്ങളിൽ നിന്ന് ഇന്നലെ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറാൻ, ദുഃഖങ്ങൾ മാറാൻ, ആപത്തുകൾ നീങ്ങാൻ, പ്രിയപ്പെട്ടവരെ, പോരാ കള്ളന്റെയും കൊള്ളക്കാരുടെയും ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വരികൾ ചൊല്ലിപ്പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിമിനെ കൊണ്ട് ഇന്നലത്തെ 17ാമത്തെ നോമ്പിന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിലേക്ക് ഉയരേണ്ട പ്രാർത്ഥനകൾ ബദരീങ്ങളിലേക്ക് തിരിച്ചുവിടാൻ പ്രേരിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു അവർക്ക് ദിശാബോധം നൽകുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ഹക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ബദരീങ്ങൾ എന്ന് പറയുന്ന 313, 314, 317 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എണ്ണത്തിൽ. നമ്മെ സംബന്ധിച്ചിടത്തോളം എണ്ണം ഒരു പ്രശ്നമല്ല. 313 എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുണ്ട്. ചരിത്രത്തിൽ 13, 314, 317 എന്ന് ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. 33 രൂപയും അല്ലെങ്കിൽ 313 പത്തിരിയും സമൂസയും കട്ട്ലറ്റും അതുപോലെ പലഹാരങ്ങളും ഇന്നലെ ഉണ്ടാക്കാൻ പറഞ്ഞവർക്കാണ് ഈ എണ്ണം പ്രശ്നമായി മാറുന്നത്. അങ്ങനെ ഒരു ആചാരം ഇസ്ലാമിൽ ഇല്ല എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ കഴിഞ്ഞിട്ട്, ഉഹ്ദ് കഴിഞ്ഞിട്ട്, ഖന്തക്ക് കഴിഞ്ഞിട്ടൊക്കെ ജീവിച്ചു.
അവിടെ എവിടെയെങ്കിലും ഒരു 313 സഹാബത്തിനിടയിൽ ചർച്ച ഉണ്ടായോ? പലഹാരത്തിന്റെ വിഷയത്തിൽ അടുത്ത റമദാൻ വന്നപ്പോ, പിന്നെ അടുത്ത റമദാൻ വന്നപ്പോ അവർക്കിടയിൽ എണ്ണത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നോ? വന്നിട്ടില്ല. ഞാൻ പറയുന്നത്, പള്ളി മിനാരങ്ങളിലൂടെ ബാങ്കൊലിയേറുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് ബദരീങ്ങളെ തൊട്ട് തേടിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന, പാവപ്പെട്ട മനുഷ്യരെ ശിർക്കിലേക്ക് വഴി നടത്തുന്ന ഒരവസ്ഥ ഇന്നലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കണ്ടു. അല്ലാഹു തആല ചിന്താശക്തി അവർക്ക് നൽകുമാറാകട്ടെ. ഞാൻ ചോദിക്കുന്നത്, 150ഓളം സഹാബികൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധക്കളത്തിൽ ഇറങ്ങി ഷഹീദായിട്ടുണ്ടെങ്കിൽ ബദറിൽ മരിച്ച 14 പേരുടെ പേരിൽ മാത്രം മതിയോ ഈ നേർച്ചയും വഴിപാടുകളും ഏർപ്പാടുകളും? മതിയോ? നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ബാക്കി 136 ആളെ പേരിലുള്ള നേർച്ച? അതെവിടെ നടക്കുന്നില്ല. ബദറിൽ പങ്കെടുത്ത 14ഓളം ആളുടെ പേരിൽ മാത്രമാണോ ഇങ്ങനെയുള്ള ഒരാണ്ടും നേർച്ചയും ഏർപ്പാടുമുള്ളത്? ഇസ്ലാമിൽ ഒരാളുടെ പേരിലും ഇല്ല. പക്ഷെ നടത്തുന്നവർ പോലും എന്തുകൊണ്ടാണ് 14 പേരിൽ മാത്രം പരിമിതപ്പെടുത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു നബിമാരുടെ ഏതെങ്കിലും ഒരു ചരമദിനത്തെ ഓർത്തുകൊണ്ട് യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം ജൂതരുടെ കരങ്ങളാൽ അതിമാരകമായി കൊല ചെയ്യപ്പെട്ട പ്രവാചകനാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ പേര് പറഞ്ഞു സ്വഹാബത്തിനെ ഒന്ന് കൂട്ടിയിരുത്തി ആ പ്രവാചകനെ സ്മരിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്പെഷ്യൽ പ്രോഗ്രാം നടത്തിയത് ചരിത്രത്തിന്റെ ഏടുകളിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാ പ്രവാചകന്മാരും നോർമൽ അവസ്ഥയിലാണോ മരിച്ചത്? ആണോ? സ്വഹാബാക്കളെക്കാൾ ഉയർന്നവരാണ് പ്രവാചകന്മാർ. സ്വഹാബാക്കളെക്കാൾ ഉയർന്നവരാണ് പ്രവാചകന്മാർ. എന്നിട്ട് ഏതെങ്കിലും ഒരു നബിയുടെ ആണ്ടോ നേർച്ചയോ പരിപാടികളോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ സ്വഹാബത്തിനെയും കൂട്ടി നടത്തിയത് ചരിത്രത്തിന്റെ ഏടുകൾ പിറകിലേക്ക് മറിച്ചാൽ ഏതൊരു അന്വേഷണാത്മകമായി ദീനിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് കണ്ടെത്താൻ കഴിയുമോ? ഇല്ല എന്നത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. അപ്പൊ 150ഓളം സഹാബത്ത് ലോകത്തുനിന്ന് ഷഹീദായി യുദ്ധക്കളത്തിലൂടെ. എന്നിട്ട് എന്താണ് ഒരു വേർതിരിവ്? ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ ബൈബിൾ പരിചയപ്പെടുത്തിയ കുറെ പ്രവാചകന്മാർ വേറെയുണ്ട്. എന്താണ് അങ്ങനെ ഒരു ജന്മദിനാഘോഷമില്ലാത്തത്? ഓരോ മുസ്ലിമും പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരോട് നിങ്ങൾ വ്യത്യാസം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വ്യത്യാസം കാണിക്കാത്തവരാണ് എന്ന് മുഅ്മിനിന്റെ ക്വാളിറ്റിയായി ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജന്മദിനാഘോഷം മാത്രം എന്തുകൊണ്ട് മുസ്ലിം ലോകത്ത് ആഘോഷിക്കപ്പെട്ടു? ഞാൻ ഈ പറഞ്ഞ ഇറാൻ പരമോന്നത നേതാവടക്കമുള്ള അതിന്റെ പിറകിലേക്ക് പോകുന്ന ഷിയാക്കളുടെ നേതാക്കന്മാരാണ് ഇസ്ലാമിക ലോകത്തിലേക്ക് ആദ്യമായി ബർത്ത്ഡേ ആഘോഷം കൊണ്ടുവരുന്നത്. അവിടേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല, എന്റെ വിഷയം അതല്ല. ആദ്യമായി ഖബറിനെ കെട്ടി ആരാധന കേന്ദ്രമാക്കി മാറ്റുന്ന ഏർപ്പാട് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ട വിവരമറിയുമ്പോ ഷഹീദ് എന്ന പേര് വെച്ച് ഞാനും നിങ്ങളും ഷെയർ ചെയ്യരുത്. ലോകത്ത് വ്യത്യസ്തമായ യുദ്ധക്കളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഷിയാക്കളുടെ ചരിത്രം മറിച്ചു നോക്കിയാൽ അവർ പറയുന്ന ഒരു വാചകം മാത്രം, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആമുഖമായി നിങ്ങളോട് പറയാ. 17,000 ആയത്തുകളാണ് ഖുറാനിൽ ഉണ്ടായിരുന്നത്. അതാ ഷിയാക്കളുടെ വിശ്വാസം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ വെട്ടിത്തിരുത്തി ഡിലീറ്റ് ചെയ്ത് ഖുറാനിലെ 17,000 ആയത്തിൽ നിന്ന് 6,236 ആയത്ത് മാത്രം നിർത്തി ബാക്കിയെല്ലാം അവർ വെട്ടിമാറ്റിയതാണെന്ന് വിശ്വസിക്കുന്നു ഷിയാക്കൾ ഇന്നും, ഇന്നലെയും അന്നും. അപ്പൊ അവരുടെ വിശ്വാസം എന്താ? അവരുടെ വിശ്വാസം എന്താ? അബൂബക്കർ സിദ്ദീഖ് എന്ന് കേൾക്കുമ്പോ നമ്മൾ എന്താ പറയാ? നമ്മള്
റളിയല്ലാഹു അൻഹു. അല്ലാഹു ആ മഹാനായ സ്വഹാബിയെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, തൃപ്തിപ്പെടട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹു. പക്ഷേ ഈ മരണപ്പെട്ട ആയത്തുള്ള ഖമൈനി അടക്കമുള്ള അതിന്റെ മുൻ നേതാക്കന്മാരെല്ലാവരും, അദ്ദേഹത്തിന്റെ ഒക്കെ പ്രസംഗം യൂട്യൂബിൽ കിട്ടും, അബൂബക്കർ എന്ന് കേൾക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞതിന് പകരം അദ്ദേഹം പറയുക ലഅനത്തുല്ലാഹ്, അല്ലാഹ് ശപിക്കട്ടെ, വഹുവ കൽബ്, അവൻ പട്ടിയാണ് എന്ന് വരെ പ്രസംഗിക്കുന്നത് കാണാം. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ആര്? സ്വർഗത്തിന്റെ 8 വാതിലും മാടി വിളിക്കുമെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞതാണ്, എന്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ അബൂബക്കറിനെ സ്വർഗത്തിന്റെ 8 വാതിലും വിളിക്കും. എന്നിട്ട് ആ മഹാനായ സ്വഹാബിയെയാണ് പേര് കേൾക്കുമ്പോൾ ലഅനത്ത് പറയുന്നത്, ശാപം പറയുന്നത്, മൃഗതുല്യനാണെന്ന് പറയുന്നത്. ഇവരുടെ വിശ്വാസം എവിടെയെന്നറിയോ നിങ്ങള്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് നബിയാക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹും ഏകദേശം ഒരേ മുഖച്ഛായ ആയതുകൊണ്ട് ജിബ്രീലിന് മാറിപ്പോയതാണ് എന്ന് വിശ്വസിക്കുന്നു ഷിയാക്കൾ. എന്താ ഇത്? ഇത് ബാലരമ പൂമ്പാറ്റ കഥ. ജിബ്രീലിന് ആള് മാറിപ്പോയി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ആദ്യത്തെ ഖലീഫയാകേണ്ടിയിരുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തട്ടിയെടുത്തു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തട്ടിയെടുത്തു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തട്ടിയെടുത്തു. ഇതിന്റെയൊക്കെ കോലാഹലങ്ങൾ അവിടെ നടന്നു. ഉള്ളിലൂടെ പല കളികളും കളിച്ചു. പുറത്തുനിന്ന് ഇസ്ലാമിന്റെ കുപ്പായമിട്ട ആളുകളെ കൊണ്ടുവന്നു. അവർ പള്ളിക്കുള്ളിൽ കയറി നിന്നു. നിസ്കാരത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പിറകിൽ നിന്ന് ഒന്നാമത്തെ സഫിൽ നിന്നാൾ കുത്തി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വീട് വളഞ്ഞു. എന്നിട്ട് വാളുകൊണ്ട് ആഞ്ഞു വെട്ടി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കഴുത്തിന് വെട്ടിയ വെട്ട് ഭാര്യ തടുത്തു. ഭാര്യയുടെ കൈ അറ്റുപോയി. തുടരെ തുടരെ അവർ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ വീട്ടിലിട്ട് വെട്ടിക്കൊന്നു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബറ് സ്വഹാബത്തിന്റെ ഖബറിന്റെ കൂട്ടത്തിൽ വെക്കാൻ സമ്മതിച്ചില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉസ്മാൻ റളിയല്ലാഹു സ്വർഗത്തിലാണെന്ന് അള്ളാഹ് വഹി അറിയിച്ചത്, ലോകത്തറിയിച്ചത്. എന്നിട്ട് സ്വഹാബത്തിന്റെ ഖബർ വെക്കുന്ന സ്ഥലത്ത് വെക്കാൻ സമ്മതിച്ചില്ല. ഇന്ന് മദീനത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ആ ഖബറിടം കാണുന്നുവെങ്കിൽ അതിനിടയിൽ ഒരു മതിലുണ്ടായിരുന്നു. ആ മതിലിന് ഇപ്പുറത്തേക്ക് സ്വഹാബത്തിന്റെ ഖബറും അപ്പുറത്ത് അമുസ്ലിങ്ങളുടെ ഖബറുമായിരുന്നു. ഈ മതിലിന് ഇപ്പുറത്തേക്ക് വെക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ടാ മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബർ പിറകിൽ മതിലിനപ്പുറത്തേക്ക് കൊണ്ടുപോയത്. പിന്നീട് ആ മതിലൊക്കെ കളഞ്ഞപ്പോ ഒരു കോമ്പൗണ്ടിനുള്ളിലായതാ. അറിയോ? ചരിത്രം നിങ്ങൾ വായിക്കണം. ചരിത്രത്തിന്റെ അകക്കാമ്പുകൾ, അതിന്റെ ഡെപ്തായ വശത്തിലേക്ക് നമ്മൾ പോകണം. ഞാൻ പറയുന്നത്, നമ്മൾ വേഷഭൂഷാദികൾ കൊണ്ട് ഇസ്ലാമിനെ അളക്കാൻ പാടില്ല. അതുകൊണ്ട് അപ്പുറത്തുള്ള ഇസ്രായേൽ ജൂത പട്ടാളത്തെ, ക്രൂരന്മാരെ, രാക്ഷസന്മാരെ, വൃത്തികെട്ടവന്മാരെ, മനസ്സാക്ഷിയില്ലാത്തവരെ ഒരുപക്ഷെ തിരിച്ചടിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ സന്തോഷം തോന്നിയേക്കാം. പക്ഷെ ഇവരുടെ വിശ്വാസത്തെ നമുക്ക് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അള്ളാഹു എല്ലാവിധ ഷർറിൽ നിന്നും ഈ മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ബദറിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ 1-2 പ്രാർത്ഥനകൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. 1-2 പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. എന്താണത്? ബദറിലേക്ക് 1300ഓളം ആളുകളാണ് ശത്രുക്കൾ വരുന്നത്. ബദറിലേക്ക് 1300ഓളം ആളുകളാണ് ശത്രുക്കൾ വരുന്നത്. 300ഓളം ആളുകൾ ഇടക്ക് വെച്ച് തിരിച്ചുപോയി. പിന്നെ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള 1000ഓളം വരുന്ന സൈന്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത് തോൽപ്പിച്ച് അവർ പ്രഖ്യാപിച്ചു, എന്റെ കുന്തത്തിലായിരിക്കും മുഹമ്മദ് നബിയുടെ തല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അബൂബക്കർ സിദ്ദീഖ് ഇന്ന സഹാബിമാരുടെ തലകൾ ഇന്നാള് കൊണ്ടുപോകണം, ഉയർത്തിപ്പിടിക്കണം, യുദ്ധം വിജയിച്ചു കഴിഞ്ഞിട്ട് നൃത്തം ചെയ്യണം,
നർത്തകിമാരെ കൊണ്ടുവന്നു, കള്ളു വിളമ്പാൻ ആളെ കൊണ്ടുവന്നു. തലേ ദിവസം ടെന്റിൽ അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോ അപ്പുറത്തെ ടെന്റിൽ 100 ഒട്ടകത്തെ 10 ഒട്ടകത്തെ അറുത്തുകൊണ്ട് 10 ഒട്ടകത്തെ അറുത്തുകൊണ്ട് ആഘോഷ തിമിർപ്പിലായിരുന്നു. അറബികൾ 100 പേര് വന്നാൽ ഒരൊട്ടകത്തെ അറുക്കും. 1000 പേർക്ക് 10 ഒട്ടകത്തെ തലേ ദിവസം അറുത്ത് അബൂജഹൽ ആളുകളോട് സന്തോഷിക്കാൻ പറഞ്ഞു. ഭക്ഷണം ധാരാളം കഴിച്ച് നാളത്തെ ശക്തിക്കു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ തമ്പടിച്ച ടെന്റിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കാൻ ഈ ഒരു പ്രാർത്ഥനയുടെ വരി ബദറിന്റെ ചരിത്രം നിങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ എപ്പോഴും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു വരി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. സഹാബത്ത് പ്രവാചകൻ കരയുന്നത് വല്ലാതെ വേദനയോടുകൂടി കണ്ടു. എന്നിട്ട് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹുവേ ഇന്നഹും ഹുഫാജ് ഫഹ്മിൽഹും, പടച്ചോനെ ഒരു ചെരുപ്പ് പോലും ഇല്ലാത്തവരാണ് ഞങ്ങൾ. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ റമദാനിന്റെ 17ാമത്തെ നോമ്പിൽ ഈ വെള്ളിയാഴ്ച റബ്ബേ, ശത്രുക്കളുടെ മുന്നിൽ ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഞങ്ങൾ കച്ചവട സംഘത്തെ തടയാൻ വന്നതാ. ഷാമിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ട കച്ചവട സംഘത്തെ തടഞ്ഞിട്ട് ഇവർ ഉണ്ടാക്കുന്ന ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ കച്ചവട സംഘത്തെ തടയാൻ വന്നതാ. ഒരു യുദ്ധക്കോപ്പുകളുമായി വന്നതല്ല ഞങ്ങൾ. ഒട്ടിയ വാളല്ലാതെ, ഒട്ടിയ വയറല്ലാതെ, നേരെ ഭക്ഷണം കഴിക്കാൻ പോലും വകുപ്പില്ലാതെ നിൽക്കുന്ന ഈ പാവപ്പെട്ട ഞാനും എന്റെ സ്വഹാബാ കിറാമും അല്ലാഹുവേ ഒരു ചെരുപ്പ് പോലും നേരെയില്ലാതെ നഗ്നപാതയുമായി വന്നവരാണ്. അതുകൊണ്ട് റബ്ബേ, ആദ്യത്തെ വാക്ക് അല്ലാഹുമ്മ, അല്ലാഹുവേ ഇന്നഹും, ഇതാ ഈ സ്വഹാബത്ത് ഇവര് ഹുഫാത്ത് ഫഹ്മിൽഹും, പടച്ചോനെ നേരെ ഷൂവോ ചെരുപ്പ് അണിയാതെ കാലുകൾ നഗ്നരായി വന്നവരാണ്. അതുകൊണ്ട് റബ്ബേ ഇവരെ വഹിക്കണേ, ഇവരെ കൊണ്ടുപോകണേ നേരെ. 2 അല്ലാഹുമ്മ, അല്ലാഹുവേ ഇന്നഹും ഉറാത്ത്, പടച്ചവനെ നേരെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മര്യാദക്ക് വസ്ത്രമെടുക്കാനില്ലാതെ വന്നവരാണ്. അതുകൊണ്ട് ഫക്സുഹും, അല്ലാഹുവേ നല്ല വസ്ത്രം അവരെ അണിയിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ, അല്ലാഹുവേ ഇന്നഹും ജിയാ, ഇതാ ഇവർ വിശന്നൊട്ടിയവരാണ്, ദാഹിച്ചവശരായവരാണ്, വിശന്ന് പൊരിഞ്ഞവരാണ്. അതുകൊണ്ട് ഫഅശ്ബിഉഹും ഫഅത്ഇമുഹും, വിശപ്പ് മാറ്റിക്കൊടുക്കണേ അല്ലാ, ഭക്ഷണം കൊടുക്കണേ അല്ലാ. അപ്പൊ തന്നെ അറിയാ ഇസ്ലാമിക സൈന്യത്തിന്റെ അവസ്ഥ എന്താണെന്ന്. ഈ പ്രാർത്ഥന മാത്രം കേട്ടാൽ മതി. ആരോടാ പ്രാർത്ഥിച്ചത്? ആരോടാ ദുആ ചെയ്തത്? അല്ലാഹുവേ, കാലിനഗ്നരായി വന്ന് ഒരു ചെരുപ്പ് പോലും അണിയാനില്ലാത്ത പാവപ്പെട്ട ഞങ്ങളുടെ സ്വഹാബത്ത്, പടച്ചോനെ സഹായിക്കണേ അല്ലാ. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു കച്ചവട സംഘത്തെ തടയാൻ വന്ന ഞങ്ങളുടെ പാവപ്പെട്ട സ്വഹാബത്തിന് സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, വിശന്നൊട്ടിയ വയറുമായി ദാഹിച്ചവശരായ ഈ സ്വഹാബത്ത്, റബ്ബേ അവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ, വിശപ്പകറ്റി കൊടുക്കണേ അല്ലാ. ഇതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി വിറക്കുന്ന കൈകളുമായി, കണ്ണുനീരൊറ്റി വീണ് ചുണ്ടുകൾ വിറച്ച് ഗദ്ഗദമായ ആ തൊണ്ടയുമായി, വിതുമ്പുന്ന കൽബുമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിങ്ങി കരഞ്ഞ് റബ്ബിനോട് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കഫാക്, മതി നബിയേ, മതി നബിയേ, നിങ്ങളൊന്ന് നിർത്തൂ നബിയെ എന്ന് പറഞ്ഞ് പിറകിലൂടെ ചെന്ന് നബിയെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് വായിക്കുമ്പോ കണ്ണു നനയാതെ ഒരു മുസ്ലിമിന് വായിക്കാൻ പറ്റാത്ത ചരിത്രമാണ് ബദറിന്റെ ചരിത്രം. എന്നിട്ട് ആ ബദറിനെ ഓർക്കുകയാണ് മുസ്ലിം ഉമ്മത്ത്. ധാരാളം പോത്തുകളെ തള്ളിയിട്ട് സുഭിക്ഷമായ ഭക്ഷണമൊരുക്കി അതിന് വാങ്ങാൻ ആണും പെണ്ണും റോഡിൽ പള്ളിയുടെ ഓരങ്ങളിൽ ലൈനു നിന്ന്, പള്ളിയുടെ വശങ്ങളിൽ ലൈനു നിന്ന്
ഇന്ന് ബദറിനെ സ്മരിക്കുകയാണെന്ന് പറഞ്ഞ്, ബദരീങ്ങളുടെ ആണ്ടാണെന്ന് പറഞ്ഞ് വിശാലമായ പന്തലുകളും ഭക്ഷണ സൗകര്യങ്ങളും ഒരുക്കി ബദരീങ്ങളെ സ്മരിക്കുന്ന മുസ്ലിമേ, ഇതിനെവിടെയാണ് മാതൃക? ഇതിനെവിടെയാണ് മാതൃക? കലങ്ങിയ കണ്ണുമായി സഹാബത്ത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടി യുദ്ധത്തിനൊരുങ്ങിയ പട്ടാളമാണവർ. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ വിശന്നൊട്ടിയ വയറുമായി നിൽക്കുന്ന സഹാബത്തിനെ ഞങ്ങളുടെ അനുചരന്മാരെ പടച്ചോനെ അവരെ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ബദർ ദിനമാണോ ഈ മുസ്ലിം ഉമ്മത്ത് ഓർക്കുന്നത്? ആണോ? പ്രവാചകൻ പ്രാർത്ഥന നിർത്തുന്നില്ല. വിറക്കുന്ന കൈകളുമായി വീണ്ടും പറയുന്നു, അല്ലാഹുവേ ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ, അല്ലാഹുവേ ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ, ലൻ തുഅബദ ഫിൽ അർളി അബദ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥ ഭൂമിയിൽ ഉണ്ടാവില്ല. നീ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥ ലോകത്തുണ്ടാവില്ല. റബ്ബേ, 313 317 വരുന്ന ഈ കൊച്ചു ടീമിനെ 1000-ഓളം വരുന്ന അപ്പുറം നിൽക്കുന്ന അബൂജഹലിന്റെ കിങ്കരന്മാരായ അഹങ്കാരികളായ ഗർവ നടിച്ചു നിൽക്കുന്ന പൊങ്ങച്ചത്തിന്റെ ആളുകളായ ദാഠ്യത്തിന്റെ ആളുകളായ അഹങ്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും ആളുകളായ അതെ, ഓരോരുത്തരുടെ കൈകളിലും ധാരാളം ആയുധങ്ങളുണ്ട് റബ്ബേ. അവർക്ക് കുതിരപ്പടയാളികളുണ്ട്, ഒട്ടകക്കൂട്ടങ്ങളുണ്ട്, അവർക്ക് ആവേശം പകരാൻ നർത്തകിമാരുണ്ട്. എല്ലാ അഹന്തയിലും വന്നു നിൽക്കുന്ന ഈ കാട്ടാള സംഘത്തിന്റെ മുന്നിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബേ ഞങ്ങളെ വിട്ടുകൊടുത്താൽ, റബ്ബേ നിന്നെ മാത്രം ആരാധിക്കുന്ന തൗഹീദിന്റെ ആളുകൾ ഈ ഭൂമിയിൽ ഇല്ലാതെ പോകും എന്ന് പറഞ്ഞ് കരഞ്ഞ ആ ബദർ ദിനത്തെ ഓർക്കുകയാണ് ബദരീങ്ങളോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. സത്യത്തിൽ ഇത് മതി ഇന്നത്തെ പ്രസംഗത്തിൽ ചിന്തിക്കാൻ, ആലോചിക്കാൻ. കുറെ തൗഹീദ് പറയേണ്ട ആവശ്യമില്ല. ചിന്തിക്കുന്നവർക്ക് ഇത് ഇന്നലെ 17 ആയതുകൊണ്ട് ഇതിന്റെ വിഷയം ബദറിന്റെ ചരിത്രമൊന്നുമല്ല. ഞാൻ ഇതെന്തിനാ പറയുന്നത്? യാത്രക്കിടയിൽ കണ്ട കേട്ട അനുഭവങ്ങളെ സങ്കടത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ചതാ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദ് മനസ്സിലാക്കാതെ പോയാൽ, വഹ്ദാനിയത്ത് അറിയാതെ പോയാൽ, റബ്ബ് ഈ ഭൂമിയിലേക്ക് പ്രവാചകന്മാരെ അയച്ചത് തന്നെ എല്ലാ നബിമാരും വിളിച്ചത് യാ ഖൗമി, എന്റെ സമൂഹമേ, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ, അവനെ മാത്രം. അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല, അവനല്ലാതെ നിങ്ങൾക്ക് ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇതാ എല്ലാ നബിമാരും വിളിച്ചത്. ആ നബിമാരുടെ പട്ടികയിലെ, ആ ചങ്ങലയിലെ, ആ കണ്ടിയിലെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബി ഏറെ വേദനിച്ചിട്ടുണ്ട് ഈ തൗഹീദിന് വേണ്ടി. അല്ലേ? ത്വായിഫിന്റെ മണ്ണിലേക്ക് അഭയം തേടി ചെന്നപ്പോ ഉമ്മന്റെ കുടുംബക്കാരുണ്ട്, പക്ഷെ കുട്ടികൾ, വലിയവർ കല്ലെടുത്തെറിഞ്ഞു, വടികൊണ്ടെറിഞ്ഞു, കയറുകൊണ്ടെറിഞ്ഞു, കിട്ടിയതെല്ലാം വാരിയെറിഞ്ഞു. പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊലിച്ചു. പ്രവാചകൻ തിരിച്ചോടി. അരുതെന്ന് പ്രവാചകൻ കൈകൊണ്ട് കാണിച്ചു. നിർത്തിയില്ല. വീണ്ടും വീണ്ടും അവ എറിഞ്ഞു. ക്ഷീണിച്ചൊരു മലയുടെ ചെരുവിൽ വന്നിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ കരുണയുടെ, ആർദ്രതയുടെ, അനുകമ്പയുടെ, അലിവിന്റെ, വാത്സല്യത്തിന്റെ, സ്നേഹത്തിന്റെ, മനസ്സലിവിന്റെ, മനസ്സാക്ഷിയുടെ മകുടോദാഹരണമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. പർവ്വതങ്ങളുടെ ഡ്യൂട്ടിയുള്ള മലക്ക് വന്ന് ചോദിച്ചു, ഈ ത്വായിഫിന്റെ മലയിടുക്കുകൾ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് ത്വായിഫിന്റെ മണ്ണിലെ മനുഷ്യരെ തീർത്തുകളയാനാണ് അള്ളാഹുവിന്റെ സമ്മതമുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവേ ഇഗ്ഫിർ ലി ഖൗമി, വേണ്ട റബ്ബേ ഇവർക്ക് പുറത്തു കൊടുക്കല്ല, ഇന്നഹും ലാ യഅലമൂൻ, അറിയാത്തവരാണ് അവർ. വീണ്ടും ഉണ്ട് പ്രാർത്ഥന, അവർ ശരിയായിക്കൊള്ളും, അവർക്ക് ഹിദായത്ത് കൊടുക്കല്ല, അവർക്ക് സത്യം മനസ്സിലാക്കാനുള്ള സാഹചര്യം കൊടുക്ക് റബ്ബേ. പ്രാർത്ഥിച്ചു നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം ഉമ്മത്തിനോട്
ഈ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാമിന് വന്ന ഞാനും നിങ്ങളും പറയേണ്ടത് ഈ തൗഹീദിന്റെ മാധുര്യമാണ്. ഈ തൗഹീദിന്റെ മാധുര്യമാണ്. അത് കിട്ടാതെ പോയതാണ് നമ്മുടെ ഉമ്മത്തിന് പറ്റിയ ഏറ്റവും വലിയ അപകടം. ബദറിന്റെ രണാങ്കണത്തിലേക്ക് അബൂജഹല് അവരുടെ കൂട്ടുകാരോട് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, മുത്തുനബിയുടെ സ്വഹാബത്തിന്റെ ഓരോരുത്തരും തല ആരെടുക്കണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തല ആരുടെ കയ്യിലുണ്ടാവണം? മുഹമ്മദ് നബിയുടെ തല അദ്ദേഹം ഏറ്റെടുത്തു. ബാക്കി ഓരോരുത്തരുടെ തല ആരെ കയ്യിലുണ്ടാവണമെന്ന് വരെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ ഉറക്കെ വെല്ലുവിളിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എതിർഭാഗത്ത് നിൽക്കുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, വരൂ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒറ്റക്കൊറ്റക്ക് പോരടിക്കാൻ വരണം. അപ്പോ അൻസ്വാറുകളുടെ കൂട്ടത്തിൽ നിന്ന് 1-2 ആളുകൾ ഇറങ്ങി. അപ്പൊ അബൂജഹൽ പറഞ്ഞു, തിരിച്ചു പോടോ, ഞങ്ങളുടെ ചോരയിൽപ്പെട്ടവർ മുഹാജിറുകളായി നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ അവരോട് വരാൻ പറ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹുവിനെ വിളിച്ചു, പൊയ്ക്കോ. ഉബൈദത്ത് റളിയല്ലാഹുവിനെ വിളിച്ചു, ചെല്ല്. ഹംസ റളിയല്ലാഹുവിനെ വിളിച്ചു. 3 പേരോടും പോകാൻ പറഞ്ഞു. 3 പേരും നേരെ ചെന്നു നിന്നു. ബദറിന്റെ തുടക്കം ഇങ്ങനെയാണ്. രംഗൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 3 പേരും നേരെ നിന്നു. അവരുടെ കൂട്ടത്തിൽ നിന്നതാ വരുന്നു ഉത്ബ, ഉബൈദത്തിനെ എതിർക്കാൻ കടന്നു വരുന്നു. ശക്തമായി വെട്ടി. നമ്മുടെ ഭാഗത്തുനിന്ന് പോയ ഉബൈദക്ക് വെട്ടിക്കിട്ടി. കാല് മുറിഞ്ഞു തൂങ്ങി. തിരിച്ചു വെട്ടുന്നു. ഉത്ബത്ത് മലന്നടിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു വലീദിനെ നേരിടുന്നു. അലി റളിയല്ലാഹുവിന് ഏറെ സമയമൊന്നും ആവശ്യമെന്ന് വന്നില്ല. പെട്ടെന്നനെ വലീദ് മരിച്ചു വീഴുന്നു. ഷൈബ വരുന്നു. ഹംസ റളിയല്ലാഹു വളരെ വേഗത്തിൽ ഷൈബയെ നിലത്തേക്ക് പതിപ്പിക്കുന്നു. യുദ്ധത്തിന്റെ ആദ്യ രംഗം തന്നെ ശത്രുക്കളുടെ മുഖങ്ങളെല്ലാം മാറി. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അഹങ്കാരികളും കിങ്കരന്മാരുമായ 3 പേർ നിലത്ത് മലർന്നടിച്ച് കിടക്കുകയാണ്. സ്വഹാബത്ത് വാളുകളും ആയുധങ്ങളും ഇല്ലാതെ നിൽക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ വൃത്തം വരച്ചു. ഒരു വടിക്കഷ്ണം കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു, ഇവിടെയാണ് ഉത്ബ മരിച്ചു കിടക്കുക, ഇവിടെയാണ് ഷൈബ മരിച്ചു കിടക്കുക, ഇവിടെയാണ് വലീദ് മരിച്ചു കിടക്കുക, ഇവിടെയാണ് ഇന്നാള് മരിച്ചു കിടക്കുക എന്ന് വരയിട്ട് പറഞ്ഞിരുന്നു. ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അതിശക്തമായ പോരാട്ടം. 14ഓളം സ്വഹാബത്ത് ശത്രുക്കളുടെ വെട്ടേറ്റ് യുദ്ധക്കളത്തിൽ ചോര വാർന്നൊലിച്ച് മരിച്ചുപോയ ഷഹീദായ യുദ്ധം. ആ യുദ്ധത്തെ മുസ്ലിം ഉമ്മത്ത് ഓർക്കുന്നു. ഒരു പണ്ഡിതനെന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യന്റെ പ്രസംഗം എന്താണെന്നറിയോ? ഇതുപോലെ ഒരു ഓഡിറ്റോറിയത്തിൽ ക്ലാസ് എടുത്തു കൊടുക്കുക. പലരും നമ്മൾ ബദരീങ്ങളുടെ ആണ്ട് നടത്തുന്നതിന് കുറ്റം പറയുന്നുണ്ട്. സത്യത്തിൽ ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാ നിങ്ങൾക്കറിയോ? ഇയാൾ ചോദിക്കുകയാണ് സദസ്സിനോട്, ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാ നിങ്ങൾക്കറിയോ? ശത്രുക്കളോട് പോരാടി മുസ്ലിങ്ങൾക്ക് വലിയൊരു വിജയമുണ്ടാകാൻ, അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സ്മരിക്കപ്പെടുന്ന യുദ്ധം ഉണ്ടാകാനാണോ? അതിനൊന്നുമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബദറിലേക്ക് മലക്കുകൾ ഇറക്കിയിട്ടുണ്ട്. കുറെ മലക്ക് വേണോ? ഒരു മലക്കിന്റെ ഒരു ചിറകിന്റെ, അയാളൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഒരു മലക്കിന്റെ ഒരു ചിറകിന്റെ അഗ്രം ശത്രുക്കളുടെ അബൂജഹലടക്കമുള്ള ആളുകളെ ഒരു തട്ട് തട്ടിയാലൊക്കെ തീർന്നു. പിന്നെ എന്തിനാ അള്ളാഹ് യുദ്ധമുണ്ടാക്കിയത്? നിങ്ങൾക്കറിയോ? സദസ്സമുണ്ടാതിരിക്കുക, പറയൂ, എന്തിനാ യുദ്ധം ഉണ്ടാക്കിയത്? സുന്നികളായ നമുക്ക് ബദരീങ്ങളുടെ ആണ്ട് നടത്താനാ. കിടക്കണ്ട യൂട്യൂബിൽ പ്രസംഗം, ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാതെ ഇസ്ലാമിക ചരിത്രത്തിൽ അതിന് വേറെ സ്ഥാനമൊന്നുമില്ല. സുന്നികളായ നമുക്ക് ബദരീങ്ങളുടെ ആണ്ട് നടത്തണം, അതിനാ ബദർ യുദ്ധം അള്ളാഹ് ഉണ്ടാക്കിയത്. അല്ലാതെ ശത്രുക്കളെ യുദ്ധം ചെയ്യാനും ഓലെ തോൽപ്പിക്കാനൊന്നുമല്ല. അതിനൊക്കെ ഒരു മലക്കിനെ വിട്ടിട്ട് ഒരു ചിറകിന്റെ ഒരു അഗ്രം കൊണ്ട് ഒരൊറ്റ അടി അടിപ്പിച്ചാൽ മതി. പിന്നെ എന്തിനത്? നമുക്ക് ആണ്ട് നടത്താനാ. അച്ചക്ക് പറഞ്ഞാ നമുക്ക് തിന്നാനാ, അല്ലേ? ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ. റബ്ബ് ഈ പറഞ്ഞ മനുഷ്യനും അല്ലാഹു ദിശാബോധം നൽകുമാറാകട്ടെ. അബൂജഹൽ യുദ്ധക്കളത്തിൽ മുത്തുനബിയെയും സ്വഹാബത്തിനെയും നേർക്ക് നേരെ കണ്ടപ്പോ പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
അബൂജഹൽ ഇങ്ങനെ നേരെ നിന്നിട്ട് നോക്കുമ്പോ പാവങ്ങളായ സ്വഹാബത്ത് ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്, നിരന്ന് നിൽക്കുകയാണ്. ആയുധങ്ങളുടെ ബലമില്ല. ആകെ 2 കുതിരപ്പടയാളികള്, ആകെ 2 കുതിരപ്പടയാളി. പിന്നെ ബദറിലേക്ക് നടക്കാനോ 3 ആൾക്ക് ഒരൊട്ടക, 3 പേർക്ക് ഒരൊട്ടകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അലി റളിയല്ലാഹുവിനും വേറൊരു സഹാബിക്കും കൂടി ഒരൊട്ടകം. എന്നിട്ട് അലി റളിയല്ലാഹു കയറുമ്പോൾ നബിയും സഹാബി നടക്കും, നബി കയറുമ്പോൾ അലി റളിയല്ലാഹു മറ്റേ സഹാബി നടക്കും, മറ്റേ സഹാബി കയറുമ്പോൾ അലി റളിയല്ലാഹു നബിയും നടക്കും. അങ്ങനെയാണ് പോകുന്നത്. മുസ്ലിം ഉമ്മത്തിന് മുന്നൂറ്റി ചില്ലാൻ ആളുകൾക്കാകെ 3 പേർക്ക് ഒരൊട്ടക. എന്നിട്ട് ഈ ബദറിന്റെ രണാങ്കണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. നേർക്ക് നേരെ കണ്ടപ്പോ അബൂജഹൽ കുറെ ചിരിച്ചു, കളിയാക്കി, പൊട്ടിച്ചിരിച്ചു. ഇവർക്ക് തീരെ സുഖമില്ലാത്ത ടീമാണോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അബൂജഹൽ നേർക്ക് നേരെ കാണുമ്പോ അബൂജഹൽ പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ടത്. അബൂജഹൽ പറയാണ്, ഹീനൽ തഖൽ ഖൗം, അബൂജഹൽ ആ സമൂഹത്തെ നേർക്ക് നേരെ കണ്ടുമുട്ടിയ സമയത്ത് അബൂജഹൽ പറയുന്ന വാക്കാണ് അല്ലാഹുമ്മ. അത് റബ്ബിനോടാ. അല്ലാഹുമ്മ, അല്ലാഹുവേ. സുബ്ഹാനല്ലാഹ്. ഈ ആണ്ടൊക്കെ നടത്തിയിട്ട് റബ്ബിനോടല്ലാതെ പ്രാർത്ഥിച്ചു പോകുന്ന മുസ്ലിങ്ങളെ അബൂജഹൽ പോലും ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് വിളിച്ചത് റബ്ബിനെയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ. അയ്യുനാ അഖ്തഉ ലിർറഹീം. സുബ്ഹാനല്ലാഹ്. ആരാ പറയണത്? അബൂജഹൽ പറയുകയാണ്. വഅതാനാ ബിമാ ലാ നഅരിഫ് വഅഹിൻഹുൽ ഗദാത്. അല്ലാഹുവേ, ഇതാ ഇവിടെ ഒരു ടീം വന്ന് നിൽക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ മുറിച്ചവർ ആരാണ്? ഞങ്ങളുടെ ബന്ധങ്ങളെല്ലാം, ഞങ്ങൾ നേരെ പോകുമ്പോ ഐക്യത്തോടു കൂടി പോകുമ്പോ നിന്നെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ് ഫിത്ന ഉണ്ടാക്കി കുടുംബ ബന്ധങ്ങളൊക്കെ മുറിച്ചവർ ആരാണ്? ഞങ്ങളുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് അവരെ ഈ പ്രഭാതത്തിൽ തകർക്കണേ അല്ലാ, ഈ പ്രഭാതത്തിൽ അവരെ തകർക്കണേ അല്ലാ. നമ്മുടെ നാട്ടിലും കേൾക്കല് തൗഹീദ് പറഞ്ഞു നോക്കി. നേരെ പോണ ടീമിന്റെ ഇടയിൽ വന്നിട്ട് ഫിത്ന ഉണ്ടാക്കി, നാടിനെ 2 ആക്കി എന്നൊക്കെയാണ് ആളുകൾ പറയാ. അബൂജഹൽ യുദ്ധക്കളത്ത് എന്ന് പറയുന്ന വാക്കാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് റബ്ബേ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിച്ച് മുറിച്ചു കളഞ്ഞതെന്ന് നിനക്കറിയുമല്ലോ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ആ തകർത്തവരെ, കുടുംബ ബന്ധം വിച്ഛേദിച്ചവരെ, മുറിച്ചു കളഞ്ഞവരെ തകർത്തു കളയണേ അല്ലാ. അല്ലാഹുമ്മ, അല്ലാഹുവേ. ഉൻസുറ ഹദൽ ജുൻദൈൻ, 2 സൈന്യങ്ങളിൽ ഒന്നിനെ നീ സഹായിക്കണേ അല്ലാ. ആരോടാ പ്രാർത്ഥിക്കണത്? ആരോടാ പ്രാർത്ഥിക്കണത്? അല്ലാഹുവിനോട്. നിങ്ങളുടെ കൂടെ അല്ലേ? ഉണ്ട്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് അബൂജഹൽ പ്രാർത്ഥിക്കണത്. എന്നിട്ട് മുസ്ലിം ഉമ്മത്ത് പ്രാർത്ഥിക്കണതോ ആ മരണപ്പെട്ട ബദറിൽ പങ്കെടുത്ത ഏറ്റവും വലിയ മഹാരഥന്മാരായ മുത്തുനബി അടക്കമുള്ള ബദരീങ്ങളോടാണ് മുസ്ലിം ഉമ്മത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ചിന്താശക്തിയുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നലെ ഞാൻ ഈ തൗഹീദിന്റെ ഒരുപാട് വശങ്ങൾ പറയാനുണ്ട്. ബദറിന്റെ പിറ്റേ ദിവസമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നലെ എത്ര പോത്തുകളെയാണ് ബദരീങ്ങളുടെ പേരിൽ അറുത്തത്, എത്ര മൃഗങ്ങളെയാണ് അറുത്തത്? പണ്ഡിതന്മാർ പറയാ, ഖാലൽ ഉലമ, ഉലമാക്കള് പറഞ്ഞു, ലൗ ദബഹ മുസ്ലിമുൻ ദബീഹതൻ, ഒരു മുസ്ലിം ഒരു അറിവ് നടത്തി, വഖസദ, ആ അറിവ് നടത്തിയവന്റെ ലക്ഷ്യം ബിദബിഹ, ആ അറിവ് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അത്തഖറുബ ബിഹ ഇല ഗൈരില്ലാ, അല്ലാഹുവല്ലാത്ത ചില ആളുകളുടെ പൊരുത്തമാണ്. ബദരീങ്ങളുടെ പൊരുത്തം കിട്ടാൻ പച്ചക്ക് പറയുന്നു, ഞങ്ങളുടെ ബദരീങ്ങളുടെ പൊരുത്തം കിട്ടാൻ ആ അറിവ്. ദാ പണ്ഡിതന്മാർ പറയാ, ഖാലൽ ഉലമ, റബ്ബല്ലാത്ത ആളുകളുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മുസ്ലിം ഒരറിവ് നടത്തിയാൽ, പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിലാ പറയുന്നത്, സ്വാറ മുർത്തദ്ദൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാണ്. വദബീഹതുഹു, അവന്റെ അറിവ്, ദബീഹത്തു മുർത്തദ്ദിൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവന്റെ അറിവാണ്. പള്ളി ദർസിൽ സൂക്ഷിച്ച വലിയ കിതാബിൽ അസ്സവാജിർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, എന്ത്? റബ്ബിന്റെ വിട്ടിട്ട് റബ്ബല്ലാത്ത ആളുകളുടെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ഒരു ബലികർമ്മം നടത്തിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവന്റെ ബലികർമ്മം പോലെയാണ് അവന്റെ ബലി. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹുവിന്റെ പേരിലല്ലാതെ റബ്ബിന് വേണ്ടിയല്ലാതെ അറുത്തവനെ
അല്ല ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ തൗഹീദിന്റെ വക്താക്കളാണ്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, നമ്മൾ ഭാഗ്യവാന്മാരാണ്. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബല്ലാത്ത ഒരാളോട് നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും പറയുമ്പോ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ ആരോടൊക്കെയാണോ തേടിക്കൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണോ റബ്ബിനെ വിട്ട് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, റബ്ബിനെ വിട്ടിട്ട് ആരൊക്കെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ല പറയാ, ഒരു ഈച്ച വല്ലതും അവരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയാൽ, മനുഷ്യരെ, നിങ്ങൾ റബ്ബല്ലാത്ത ആരെ വിളിക്കുന്നുണ്ടോ, ആരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ, ആരുടെ പേരിൽ നേർച്ചയാക്കുന്നുണ്ടോ, ആ മനുഷ്യരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോളൂ. അവരുടെ പഞ്ചസാര പാത്രത്തിൽ നിന്ന്, അവരുടെ ധാന്യപാത്രത്തിൽ നിന്ന് ഒരു ധാന്യമണി, ഒരു പഞ്ചസാരയുടെ തരി, ഒരു ഈച്ച വന്ന് അതിന്റെ കാലിൽ ഇറുക്കി പിടിച്ച് പറന്നുപോയാൽ, ഖുർആൻ പറയട്ടോ, ഞാൻ പറയല്ല, പറന്നുപോയാൽ നിങ്ങൾ ആരൊക്കെ വിളിച്ചോ അവരെ കുറിച്ച് അല്ലാഹ് പറയാ, ലാ യസ്തൻകിദൂഹു മിൻഹു, ആ ഈച്ചയിൽ നിന്ന് അത് തിരിച്ചു വാങ്ങിത്തരാൻ പോലും അവർക്ക് കഴിയുകയില്ല. ഇതിലാരെങ്ങനെ ഒരു മനുഷ്യന് മനസ്സിലാക്കുന്ന രൂപത്തിൽ അല്ലാഹ് പറഞ്ഞുതരിക? കാരുണ്യവാനായ റബ്ബ് പറഞ്ഞുതരിക, ആ ഈച്ചയിൽ നിന്ന് അതിന്റെ കാലിൽ ഇറുക്കി പിടിച്ച് പറന്നുപോയ ആ ധാന്യമണിയുടെ കഷ്ണം, ഒരു മൈന്യൂട്ട് പോയിന്റ്, അത് തിരിച്ചു വാങ്ങിത്തരാൻ പോലും നിങ്ങൾ എന്നെ വിട്ട് ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാവരും ഒരുമിച്ചു ചേർന്നാലും വാങ്ങിത്തരാൻ കഴിയില്ല. വിളിച്ചവനും വിളിക്കപ്പെട്ടവനും അശക്തനാണ്. ഇതിലാരെ എങ്ങനെ ക്ലിയർ ആയിട്ട് അല്ലാഹ് പറഞ്ഞുതരിക? ഇതിലാറെ ക്ലിയർ ആയിട്ട് എങ്ങനെ അള്ളാഹു പറഞ്ഞുതരിക? ഇത്ര ക്ലിയർ ആയിട്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഈ വിഷയത്തെ നമ്മുടെ മുമ്പാകെ വെച്ചു. ചിന്തിക്കണം, ആലോചിക്കണമെന്ന് മാത്രം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ല പോരെ എന്ന് അല്ലാഹ് ഖുർആനിൽ ചോദിച്ചു. ഞാൻ പോരെ നിങ്ങൾക്ക്? ബദറിൽ സഹായിച്ചത് റബ്ബാണ്, ഉഹദിൽ സഹായിച്ചത് റബ്ബാണ്, അല്ലേ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് കരക്ക് തുപ്പാൻ മത്സ്യത്തിന് അതേ കഴിവ് കൊടുത്തത് റബ്ബാണ്. ഫിർഔനിന്റെ പട്ടാളം പിറകിൽ വന്നപ്പോ സമുദ്രത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുയായികൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നമ്മളെ ഇപ്പോൾ പിടികൂടും. പക്ഷേ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എല്ലാം അങ്ങനെ പറയണ്ട, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. പറഞ്ഞിട്ടില്ലേ? പറഞ്ഞില്ലേ? അത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന അതേ റബ്ബാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുമ്പോ ശത്രുക്കൾ ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ? അവസാനമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് വിരൽ ചൂണ്ടിപ്പിടിച്ച് പറഞ്ഞു, ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. അടിയുറച്ച തവക്കുൽ ഉണ്ടോ നമുക്ക്? വിശ്വാസികളെ, നമ്മുടെ മനസ്സിലുണ്ടാവണം, റബ്ബ് എനിക്ക് വേണ്ടി എഴുതി വെച്ചതല്ലാതെ എനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ റബ്ബ് എനിക്ക് വേണ്ടി എഴുതി വെച്ചതല്ലാതെ എന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. അതാണ് മുവഹിദിന്റെ വിശ്വാസം, അതാ മുസ്ലിമിന്റെ വിശ്വാസം, അതാ ഒരു മുഅ്മിനിന്റെ വിശ്വാസം. ആ റബ്ബ് ചോദിച്ചതാ. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവിനോട് റബ്ബ് ചോദിച്ചു. കാട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, ആദിവാസികൾ. നമ്മൾ വിചാരിക്കും അവരൊക്കെ തൗഹീദ് കിട്ടാതെ നരകത്ത് പോകുമോ? എത്രയോ മനുഷ്യര് കോളനിയിലും അവിടെ ഇവിടെയൊക്കെ ജീവിക്കുന്ന ഒരു അറിവില്ലാതെ അങ്ങനെ പോകുന്ന ആളുകൾ. അവരോടെല്ലാരോടും, ലോകത്ത് ജനിച്ചു വീണ മുഴുവൻ മനുഷ്യരോടും അല്ലാഹ് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഓരൊക്കെ സമ്മതിച്ചു, അതെ. എന്നിട്ട് ആ റബ്ബ് ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന് ഖുർആൻ. അതുകൊണ്ട് ഇന്ന് ഇസ്ലാമിലേക്ക് വരുന്ന ഒരാളും പറയും, കുറെ മുമ്പ് എൻ്റെ മനസ്സിൽ ഈ ഏകദൈവ വിശ്വാസത്തെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ വരുന്നുണ്ട്, അവസരം കിട്ടിയത് ഇപ്പോഴാ എന്നാ പറയല്. അത് അള്ളാഹു എല്ലാവരുടെയും ഹൃദയത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു ഖുർആൻ ചോദിക്കുക, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അള്ളാഹു പോരെ? എന്നിട്ട് അല്ലാഹു തആല ആ ആയത്ത് അങ്ങനെ അവസാനിപ്പിച്ചോ? ഇല്ല. എന്താ അല്ലാഹ് പറഞ്ഞത്? വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, എനിക്ക് പുറമെ, അള്ളാഹുവിന് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞിട്ടാണ് അവർ നിങ്ങളെ പേടിപ്പിക്കുന്നത്, താങ്കളെ പേടിപ്പിക്കുന്നത്. അള്ളാഹിനെ പറഞ്ഞ് പേടിപ്പിക്കലില്ല. ഉണ്ടോ? 2 മണിക്കൂർ വയല് പറഞ്ഞാൽ
കഥ പറഞ്ഞ് ഇപ്പോ CM മടവൂര് മാലിക്കുൽ മുലൂക്കാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. എന്താ പറഞ്ഞത്? CM മടവൂര് മാലിക്കുൽ മുലൂക്ക്. ഞാൻ റമദാനിലൊരു പള്ളിയിൽ ക്ലാസ് എടുക്കുമ്പോൾ മുന്നിൽ ഒരാൾ എൻ്റെ മുഖത്തേക്ക് എന്നെ അങ്ങനെ നോക്കി. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ ചിരിച്ചു. അപ്പൊ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ CMന്റെ നേരെ പെങ്ങളുടെ മോനാ, CM മടവൂരിന്റെ നേരെ പെങ്ങളെ മോനാ ഞാൻ. ചോദിച്ചു, ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ, ഇത് തിരുത്താണ്ടോ? ഒക്കെ കറക്റ്റാ, എല്ലാം കറക്റ്റാ. CM മടവൂരിന്റെ പെങ്ങളെ മോൻ അല്ലേ? മാനസിക വിഭ്രാന്തി വന്ന് അദ്ദേഹം പറയണേ മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആളുകൾ വരും. ആളുകൾ അങ്ങനെയാണല്ലോ, വന്നിട്ട് പറയും എനിക്ക് ക്യാൻസർ ആണ്. അപ്പോ എന്താ പിന്നെ മടവൂര് പറയാ, ക്യാൻസർ വേണ്ട, പോയിക്കോറി. അതന്നെ. ഉമ്മ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്, അഡ്മിറ്റ് വേണ്ട, പോയിക്കോറി. ഇങ്ങനത്തെ സംസാര. പിന്നെ ഒരു ഒറ്റക്ക് റൂമിലായി. അദ്ദേഹം കുറെ വിശദീകരിച്ചു തന്നു. അദ്ദേഹവുമായുള്ള അഭിമുഖം ഇൻഷാ അല്ലാഹ് വരും. അപ്പോ കൂടുതൽ അതിന്റെ വിവരങ്ങൾ അദ്ദേഹം തന്നെ പറയും. ഞാൻ പറയുന്നത് മാലിക്കുൽ മുലൂക്ക്, നഊദു ബില്ലാഹ്, രാജാതിരാജനാണ്. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കഥ പറഞ്ഞില്ലേ നിങ്ങളോട്? എന്ത് ഓർമ്മയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതന്മാർ എന്ത് കൊടുത്തു? ഇറച്ചിയിൽ, ഞാൻ വളരെ പതുക്കെ സംസാരിക്കണം, ഇറച്ചിയിൽ വിഷം കലർത്തി കൊടുത്തു. റസൂലുള്ളാഹിക്ക് അറിഞ്ഞോ? അള്ളാഹ് അറിയിക്കുന്നവരെ അറിഞ്ഞോ? ഇല്ല. സഹാബി മരിച്ചോ? മരിച്ചു. എന്നാൽ ഈ CM മടവൂര് അരീക്കോട് ഒരു വീട്ടിക്ക്, അരീക്കോട് ഭാഗത്ത് വന്നപ്പോൾ ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറി. CMനെ കിട്ടിയ സന്തോഷത്തിൽ അവര് CM വരുന്നുണ്ടെന്ന് നേരത്തെ അറിഞ്ഞു, നമ്മളെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരികയെന്ന് അറിഞ്ഞു. അവർ അരീക്കോട് പോയി നല്ല ഇറച്ചി വാങ്ങിക്കൊടുന്നു. അത് നല്ല ഇറച്ചി റെഡിയാക്കി മുന്നിൽ വെച്ചു കൊടുത്തു. CMും കൂട്ടാളികളും ഇരുന്നു. CM ആ ഇറച്ചിയുടെ പ്ലേറ്റ് ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ആരും കഴിക്കരുത് പറഞ്ഞു. നിങ്ങൾ കേട്ടാ പ്രസംഗം? കേട്ടിട്ടുണ്ടോ? അവന് പറയാതെ വേഗം അവസാനിപ്പിക്കാനാ. CM പറയാണ്, പ്ലേറ്റ് എടുത്തിട്ട് പറയാണ്, ഇറച്ചി ആരും കഴിക്കരുത് പറഞ്ഞു. അപ്പൊ കൂടെ ഉള്ളവരൊക്കെ ചോദിച്ചു, എന്താ പ്രശ്നം ഷെയ്ഖേ? അത് വേണ്ട, അത് കാഫിർ അർത്ഥതാണ്. വേവിച്ച ഇറച്ചിക്ക് നോക്കിയിട്ടേ അർത്ഥത ആരാന്ന് പറയും. അപ്പൊ ആളുകൾക്ക് ഡൗട്ടായി, എന്താ ഈ പറയണത്? വീട്ടുകാർക്ക് ആകെ സങ്കടമായി. വീട്ടുകാരോട് CM വിളിച്ചു, ആ വെച്ച കലം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. വിളമ്പിയ പാത്രം ഒഴിവാക്കണം, അത് ഉപയോഗിക്കാൻ എടുത്ത കയ്യിൽ ഒഴിവാക്കണം, എല്ലാം ഒഴിവാക്കി കളി, ഒക്കെ കുഴിച്ചു മുടണം എന്നാണ്. ഇവർക്ക് ആകെ സങ്കടമായി. ഇവര് ഇറച്ചി വാങ്ങിയ കടയൊക്കെ ആളെ പറഞ്ഞയച്ചു അന്വേഷിക്കാൻ എന്താ സംഭവം. അപ്പോ കടക്കാരൻ പറഞ്ഞു, എന്നും ഇവിടെ മൃഗത്തെ അറുത്ത് തരല് ഇവിടുത്തെ സമസ്ത പള്ളിയിലെ മൊല്ലാക്കിയാണ്. അദ്ദേഹം നാട്ടിൽ പോയതുകൊണ്ട് മുജാഹിദ് പള്ളിയിലത്തെ മൗലവിയാണ് ഇന്നലെ അർത്ഥത് എന്ന്. മനസ്സിലായ നിങ്ങൾക്ക്? അത്ര ക്ലിയറായിട്ട് ഉസ്താദ് പറയാ, അത്ര ക്ലിയറാ CM. ഈ ഇറച്ചി, വേവിച്ച ഇറച്ചി നോക്കിയാൽ അറിയും ആരാ അർത്ഥത് എന്ന്. നബിക്കോ? സഹാബി തിന്ന് വയറ്റിലെത്തി. അള്ളാന്റെ റസൂല് ചവച്ചോണ്ടിരിക്കുമ്പോ അള്ളാന്റെ വഹി വരേണ്ടി വന്നു തുപ്പണെന്ന്. നബി തുപ്പി. മരിക്കുന്നന്ന് 63-ാമത്തെ വയസ്സിൽ ലോകത്തുനിന്ന് വിട പറയുമ്പോ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, അന്ന് എനിക്ക് വിഷം തന്നില്ലേ, അതിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്, എന്റെ തൊണ്ടയിൽ ഇപ്പോഴും എന്റെ വേദന ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിക്കറിഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്ത് ഉണരണം. ഈ ഉമ്മത്ത് അന്ധമായ തഖലീദിലാണ്, അന്ധമായ അനുകരണത്തിലാണ്. അത് നാളെ പരലോകം നഷ്ടപ്പെടുത്തുന്ന അനുകരണമാണ്. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വച്ചാൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. വതഖ്തഫുഹു ത്വയ്ർ ഔ തഹ്വീ ബിഹി റീഹ്, അവനെ കാറ്റ് തള്ളിക്കൊണ്ട് പോയേക്കാം. എന്നിട്ട് ഏതെങ്കിലും ഫീ മക്കാനിൻ സഹീഖ്, വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി തള്ളിയിടാം. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ നമ്മുടെ നാവിന് നിയന്ത്രണം ഉണ്ടാവില്ല. ആകാശത്ത് നിന്ന് വീണവനെ പോലെ ആയിരിക്കും. എന്തും പറയും, ഏതു വലിയ കെട്ടുകഥയും പറയും, എന്തും വിളിച്ചു പറയും. നമ്മൾ വിചാരിക്കുന്നു വലിയ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന വലിയ പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ വരെ, ബഹുമാന്യനായ കാന്തപുര ഉസ്താദ് വരെ, അദ്ദേഹമാണ് ഇപ്പൊ കേരളത്തിൽ അറിയപ്പെട്ട വലിയൊരാള്. അദ്ദേഹം പറയണത്, ഒരു പെണ്ണ് മരിച്ചു എന്ന് വിചാരിച്ചു, ആ സ്ത്രീയെ കാറിൽ കയറ്റി, മൂപ്പരും ആ കാറിൽ കയറി, കേൾക്കണേ, മൂപ്പരെന്നെ പറയണ കഥയാണ്. എന്നിട്ട് താമരശ്ശേരി എത്തിയപ്പോ കാറിന്റെ ടയറ് പൊട്ടി, 3 ടയറേറ്റ പൊട്ടി.
കോഴിക്കോട് എത്തിയപ്പോൾ വേറെ കാർ എടുത്തിട്ടാ പോയത്. അതിന്റെ ടയർ കോഴിക്കോട് നിന്ന് പൊട്ടി. പോണത് എടപ്പാൾക്കാ. പിന്നെ എന്തിനാ കോഴിക്കോട്ടേക്ക് പോയതെന്ന് ചോദിക്കാൻ പാടില്ല. അതൊന്നും കഥയിൽ ചോദ്യമൊന്നുമില്ല. പിന്നെ എടപ്പാൾ എത്തിയപ്പോൾ 100 പട്ടികൾ ബ്ലോക്കാക്കി. ഒരു പെണ്ണ് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് എമർജൻസി ആയിട്ട് കൊണ്ടുപോവുക. അപ്പൊ എത്ര പട്ടികളുണ്ട് എന്നൊക്കെ എണ്ണി എത്ര കറക്റ്റാ 100 പട്ടികൾ ബ്ലോക്കാക്കി. എന്നിട്ട് എങ്ങനെയൊക്കെയോ തട്ടി മാറ്റി അവിടുന്ന് പോയി. അപ്പൊ പെണ്ണ് കാർന്നെന്തോ സൗണ്ട് ഉണ്ടാക്കി ഒരു പ്രത്യേക ജാറത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അവിടുന്ന് ചില ചികിത്സയൊക്കെ നടത്തി. 4ാമത്തെ കാറും വിളിച്ച് പിന്നെ സ്ത്രീ നടന്നാണ് വന്നത്. എന്നിട്ട് കാന്തപുരം ഈ കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത്, ഇത് കേട്ടുകേൾവിയല്ല, എന്റെ അനുഭവമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ജീവിതത്തിൽ ഇത് സംഭവിച്ചാൽ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. കാന്തപുരം ഉസ്താദിനും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഹക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കാരോടും വാശിയില്ല, നമുക്കൊരാളോടും വാശിയില്ല. ഈ സത്യധാരയിലേക്ക് എല്ലാവരും വരണം. നമുക്കെല്ലാവർക്കും നാളെ സ്വർഗത്തിൽ പ്രവേശനം കിട്ടണം. നമുക്കൊരുറപ്പുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, എന്നെ അള്ളാഹുവിന്റെ കാരുണ്യം ചുറ്റി പൊതിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് പോലും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. ഫാത്തിമ മോളെ, നരകത്തിൽ നിന്ന് നിന്റെ തടി നീ കാത്തുകൊള്ളണം മോളെ. സലീമി മാലി, ബാപ്പാന്റെ കയ്യിലുള്ള പൈസ ചോദിച്ചോ, സ്വത്ത് ചോദിച്ചോ, ബാപ്പ തരാം. പക്ഷെ നാളെ പരലോകത്ത് മോളെ നിന്നെ രക്ഷപ്പെടുത്താൻ ബാപ്പക്ക് കഴിയില്ല മോളെ. ദീന്, ഇതാണ് ദീന്. അതുകൊണ്ട് ഈ ദീനിനെ വെച്ച് അമ്മാനമാടുന്നവരോട്, ഈ ദീനിനെ വെച്ച് തമാശ കളിക്കുന്നവരോട്, ഈ ദീനിനെ വെച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളെയും ആളുകൾക്കിടയിൽ, പ്രിയപ്പെട്ടവരെ, എന്താ പറയാ, തമാശക്കിട്ട് കൊടുക്കുന്നവരോട് കരുതണേ പരലോകത്തെ എന്ന് മാത്രം. പരലോകത്തെ കരുതണേ. ഖബറിൽ ഒറ്റക്കാണ്. 6 അടി മണ്ണിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. നമ്മെ വെച്ച് മൂടുകല്ല് വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് ബാക്കി മണ്ണ് ഖബറിന്റെ മുകളിലിട്ട് ആ ഖബറിന്റെ ചുറ്റും തസ്ബീഹ് ചൊല്ലി ഞാനും നിങ്ങളും തിരിച്ചു പോരുമ്പോ കാലടി ശബ്ദം ഖബറിലേക്ക് കേൾക്കുമാറ് അവിടേക്ക് മലക്കുകൾ വന്ന് റൂഹ് മടക്കിക്കൊടുത്ത് ചോദ്യം ആരംഭിക്കുകയാണ്. ആ ഖബറിൽ നമ്മൾ ഒറ്റക്ക, ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഭൂമിയിൽ വെച്ച് റബ്ബ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പോരെ നിങ്ങൾക്ക്? പോരാ എന്നാണ് ഒരു മുസ്ലിമിന്റെ മനസ്സ് പറയുന്നതെങ്കിൽ അത് റബ്ബിനോടുള്ള ധിക്കാരമാണ്. റബ്ബേ, നീ പോരാ, നിന്റെ സൃഷ്ടികളിൽ പലരും എനിക്ക് വേണം. സഹായത്തിന്, ഭൗതികമായ സഹായത്തിന് നമുക്ക് ആരെയും തേടാം. കൂട്ടുകാരനോട് കൈപിടിക്കാൻ പറയാം, സാമ്പത്തിക സഹായം ചോദിക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയാം, ഡോക്ടറോട് സഹായം ചോദിക്കാം. അതിലൊന്നും തർക്കമില്ല. ലോകത്തിന്റെ രക്ഷിതാവായ ഘടാഹങ്ങളുടെ അധിപനായ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യം അവന്റെ സൃഷ്ടികളോടും പടപ്പുകളോടും ചോദിച്ചാൽ അല്ലാഹു പറയാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അത് റബ്ബ് പൊറുക്കൂല. നിങ്ങളിവിടെ പുരുഷന്മാര് മുന്നിലുണ്ട്, സ്ത്രീകൾ ബാക്കിലുണ്ട്. നിങ്ങളെ ഷർട്ട് ഇസ്തിരിട്ടപ്പോ കത്തി, നിങ്ങൾ ക്ഷമിക്കും. നിങ്ങളെ ഭക്ഷണത്തിൽ ഉപ്പ് കൂടി മുളക് കൂടി ക്ഷമിക്കും. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ ബെഡ്റൂമിൽ ഭാര്യന്റെ കൂടെ വേറൊരു പുരുഷനെ കണ്ടാൽ സാരല്ലാറിന് പോന്നാൽ ഓനെ വേഗം ആശുപത്രി കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ലോകത്തുള്ള മുഴുവൻ നമുക്ക് തന്നിട്ട് അല്ലാഹു തആല പകരം ചോദിച്ചത് എല്ലാം 17 ബക്കറ്റ് രക്തം എന്നൊക്കെ പറയാ, 170 ലിറ്റർ രക്തം ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നി തന്ന റബ്ബ്, 8 മണിക്കൂർ കൊണ്ട് പ്രിയപ്പെട്ടവരെ വെജ് ആൻഡ് നോൺ വെജിനെ ദഹിപ്പിക്കാൻ കഴിവുള്ള ആമാശയം തന്ന റബ്ബ്, വാൾവ് തന്ന റബ്ബ്, ശരീരത്തിൽ ഏറ്റവും ബൃഹത്തായ 496 കിലോമീറ്റർ നീളമുള്ള ഞരമ്പുകൾ ചുരുട്ടി വെച്ച തലച്ചോറ് തന്ന റബ്ബ്, പിന്നീട് സങ്കീർണമായ കണ്ണിനെ പ്രദാനം ചെയ്ത റബ്ബ്, ഈ കർണപുടത്തെ, ഈ ശ്രവണശേഷിയെ നൽകിയ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ഓരോ ശരീരത്തിന്റെ സന്ധികളും വേണ്ടതുപോലെ രൂപപ്പെടുത്തിയ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, പ്രിയപ്പെട്ടവരെ, കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് കളയാൻ സുബ്ഹാനല്ലാഹ് ഒരു 3 ദിവസം നമുക്ക് ദഹനം നടക്കണില്ല, വയറ് സ്തംഭിച്ചിരിക്കുക, നോമ്പ് തുറക്കുമ്പോൾ വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല, അത്താഴം കഴിക്കാൻ തോന്നുന്നില്ല, 3 ദിവസം ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് വല്ല മരുന്നും കുടിച്ച് എന്നിട്ടും പോകുന്നില്ലെങ്കിൽ കൃത്രിമമായി വേസ്റ്റ് പുറത്തെടുത്താൽ 1000 ബില്ലടക്കണം. 60 കൊല്ലായിട്ട് റബ്ബ് തന്ന ഈ പ്രക്രിയ സുഖമായി നടക്കുന്നു. 40 കൊല്ലമായി, 30 കൊല്ലമായി. ഇതുവരെ
നമ്മൾ മൊബൈലിലേക്ക് റീചാർജ് ചെയ്യുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശ്വസന പ്രക്രിയക്ക് ഓക്സിജൻ സ്വീകരിക്കാൻ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാൻ എവിടെ റീചാർജ് ചെയ്തിട്ടില്ല. ഒരു 4 ദിവസം നേരെ ശ്വാസം കിട്ടണില്ല, ഇടക്കിടക്ക് ഇങ്ങനെ മുറിഞ്ഞു പോവുക. അല്ലെങ്കിൽ സെക്കൻഡുകൾ നീണ്ടാൽ മതി, മിനിറ്റ് നീണ്ടാൽ മതി, തീരെ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ അവസാനിച്ചു നമ്മൾ. എന്നിട്ട് ശ്വാസം മുട്ടൽ വന്നപ്പോൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഒരു 4 ദിവസം അവിടെ കിടത്തി, കുറച്ചൊക്കെ സുഖമായി. തിരിച്ചു വരുമ്പോൾ 1000 10,000 ബില്ലടക്കണം. അപ്പോ 40, 50, 60 കൊല്ലമായി റബ്ബ് തന്ന ഈ ശ്വസന പ്രക്രിയക്ക് നന്ദി. പടച്ചോൻ ചോദിച്ചത് എന്നെ മാത്രം ആരാധിക്കണം, എന്നോട് മാത്രം പ്രാർത്ഥിക്കണം, എൻ്റെ പേരിൽ ബലിയറുക്കണം, എൻ്റെ പേരിൽ നേർച്ച ചെയ്യണം, എന്നെ മാത്രം വിളിച്ച് സത്യം ചെയ്യണം. കഴിയില്ല എന്ന് പറഞ്ഞാൽ നീയാണ് ലോകത്തിലെ വൃത്തികെട്ടവൻ, തെമ്മാടി. ഇതിൽ നല്ല വലിയൊരു വാക്കിഞ്ഞ് പ്രയോഗിക്കാനില്ല. റബ്ബ് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, ശമനം നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹുവേ, അവർക്ക് നീ ഹലാലായ മാർഗത്തിൽ കടം വീട്ടാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, ക്രയവിക്രയങ്ങളിൽ, ഇടപാടുകളിൽ അള്ളാഹുവേ, നിന്റെ റഹ്മത്തും ബറക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ബിസിനസ്സുകളിൽ മുന്നോട്ട് പോകുന്നവർ അള്ളാഹുവേ, ധാരാളമായി സമ്പാദിക്കാനും അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും ഒക്കെയുള്ള നല്ല മനസ്സ്, വിശാലമായ ഹൃദയം നീ പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാ കള്ളക്കച്ചവടങ്ങളിൽ നിന്നും കള്ളസമ്പാദ്യങ്ങളിൽ നിന്നും ഞങ്ങളെ നീ അകറ്റി നിർത്തണേ അല്ലാ. അള്ളാഹുവെ, ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം വേദനിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് നീ അഭയവും ആശ്രയവും നൽകണേ അല്ലാ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ചാണ് ഞങ്ങളുടെ മരണമെന്നറിയില്ല റബ്ബേ. അള്ളാഹുവേ, ലോകത്തിന്റെ രക്ഷിതാവായ നാഥ, പരിശുദ്ധമായ റമളാനിലെ 18ാമത്തെ നോമ്പുമെടുത്ത് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് റബ്ബേ, ഒരു മുവഹിദായി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം.